ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി ചെന്നൈയിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ വലിയ കാറ്റും മഴയുമാണ്. അതിന്റെ പ്രതിഫലനം നമ്മുടെ കൊച്ചു കേരളത്തിലും പ്രകടമാണ്. അതിനനുസരിച്ചുള്ള മുന്നറിയിപ്പുകൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ മുന്നറിയിപ്പുകൾ എന്ന വേഗത്തിൽ നോക്കാം. തെക്കൻ ജില്ലകളായ തിരുവനന്തപുരത്തും കൊല്ലത്തും ഗ്രീൻ അലർട്ടാണ്. പക്ഷേ നിലവിൽ തിരുവനന്തപുരത്ത് പലയിടത്തും മഴയുണ്ട്, മൂടിക്കെട്ടിയ അന്തരീക്ഷമൊക്കെ തന്നെയാണ്. പത്തനംതിട്ട ജില്ലയിലും ഒപ്പം തന്നെ ആലപ്പുഴയിലും യെല്ലോ അലർട്ടാണ് നിലനിൽക്കുന്നത്. ഓറഞ്ച് അലർട്ടുള്ള ജില്ലകൾ നോക്കുക: കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ, അതായത് മധ്യ കേരളത്തിലെ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നു. പാലക്കാട്, മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വടക്കൻ ജില്ലകളിൽ ഒന്നാകെ യെല്ലോ അലർട്ടുമാണ് നിലവിലുള്ളത്. അതായത് ഈ അലർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വേണ്ട ശ്രദ്ധ പുലർത്തുക എന്നത് പ്രത്യേകം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്ന കാര്യമാണ്. ഇനി നാളെ എന്താണ് സ്ഥിതി എന്ന് നോക്കാം. നാളെ പല ജില്ലകളിലും റെഡ് അലർട്ട് ഉണ്ട്. അതായത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കാണുന്നു എന്നതാണ്. അതെങ്ങനെയാണ് നോക്കാം. റെഡ് അലർട്ടിലേക്ക് തന്നെ ആദ്യം പോകാം. വയനാട്, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ, വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട 4 ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് ഉള്ളത്. അതായത് അതിശക്തമായ മഴ നമ്മൾ പ്രതീക്ഷിക്കണം. ഏറ്റവും വടക്കൻ ജില്ലയായ കാസർഗോഡ് ഓറഞ്ച് അലർട്ടാണ്. തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നു. താഴേക്ക് വന്നാൽ ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും ഗ്രീൻ അലർട്ട് തന്നെ തുടരുന്നു. പക്ഷേ നമ്മളൊരു അടുത്തൊരു 4-5 ദിവസത്തേക്ക് അതിശക്തമായ മഴ കേരളത്തിൽ ഉടനീളം തന്നെ പ്രതീക്ഷിക്കാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ നമ്മൾ കൃത്യമായി അനുസരിക്കുക, നിർദ്ദേശങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുക.